നമസ്കാരം. കൗമുദി ടിവിയുടെ കാർഷിക പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. മിണ്ടപ്രാണികളുടെ ഡോക്ടറാകുക എന്നാൽ ചില്ലറ കാര്യമല്ല. നാട്ടുകാരുടെ പ്രിയപ്പെട്ട ഡോക്ടറാകുക എന്നതും ചില്ലറ കാര്യമല്ല. ഇത് രണ്ടും സമന്വയിച്ചിരിക്കുകയാണ് ഡോക്ടർ രമയുടെ കാര്യത്തിൽ. കൊല്ലം ജില്ലയിലെ മികച്ച ക്ഷീര സഹകാരി വനിതയ്ക്കുള്ള പുരസ്കാരം ഇത്തവണ നേടിയിരിക്കുന്നത് വെറ്ററിനറി ഡോക്ടറായ രമയാണ്. അത് വെറുതെയല്ല. ആ പറമ്പ്, ആ കൃഷിഭൂമി കാണുന്ന ആർക്കും അതൊക്കെ തെളിയും, വ്യക്തമാകും. കൊല്ലം ജില്ലയിലെ പാമ്പുറത്തെ രാജു നിവാസിൽ ഡോക്ടർ രമ തീർക്കുന്ന കാഴ്ചകളാണ് ഇത്തവണ ഹരിതം സുന്ദരത്തിൽ. കാണാം ഡോക്ടർ രമയുടെ ഫാം കാഴ്ചകൾ. കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കൽ, ഇവിടെയാണ് പാമ്പുറം എന്ന സ്ഥലം. പാമ്പുറത്തിൻ്റെ പ്രശസ്തി ഫാമിങ്ങിലാണെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം അവകാശപ്പെട്ടത് ഡോക്ടർ രമയ്ക്കാണ്. മൃഗസംരക്ഷണ വകുപ്പിലെ വെറ്ററിനറി ഡോക്ടറായി ജോലി ചെയ്യുമ്പോഴും സാധാരണക്കാരോടും പാവപ്പെട്ടവരോടുമുള്ള അനുകമ്പ ഡോക്ടർ രമയുടെ കീർത്തി വർദ്ധിപ്പിച്ചു. സർവീസിൽ നിന്ന് വിരമിച്ചപ്പോഴേക്കും രമ ഒന്ന് തീരുമാനിച്ചു: ഫാമിംഗ് രംഗം വിട്ട് മറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അതിൽ അടിയുറച്ചു നിൽക്കുകയാണ്. സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇതുവരെ. ഇനി അതിൽ നിന്ന് ഒരു ഒളിച്ചോട്ടമില്ല. അനുദിനം അവരനുഭവിക്കുന്ന സംഘർഷങ്ങൾ തനിക്കും അറിയണം. അങ്ങനെ സമൂഹത്തിന് ഒരു മാതൃകയായി തീരണം. ഫലമോ, പാമ്പുറം രാജു നിവാസിൽ ഒരു ഫാം പിറവികൊള്ളുകയായിരുന്നു. കൃഷി ആദ്യമായിട്ടല്ല, പരമ്പരാഗതമായി പിന്തുടർന്ന ഒന്നു തന്നെ. കുടുംബത്തിൽ പണ്ടേ പൈക്കളും ആടുകളും കോഴികളുമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ അതിൻ്റെ തന്നെ ഒരു പുതുരൂപം തൻ്റെ പറമ്പിലും അവലംബിക്കാം എന്നതായിരുന്നു ഫാമിങ്ങിന് പിന്നിലെ ആശയം. 47 സെന്റ് വരും പുരയിടം. അതിൻ്റെ ഓരോരത്തായി പൈക്കൾക്കായി കൂടാരം പണിതു. എല്ലാ സൗകര്യങ്ങളും വേണം എന്ന നിർബന്ധമുണ്ടായിരുന്നു ഡോക്ടർ രമയ്ക്ക്. വളർത്തിയാൽ സങ്കരവർഗം പൈക്കളെ ഉള്ളൂ എന്ന് നേരത്തെ തീരുമാനിച്ചു. വിദേശ രക്തമുള്ളവരാണ് സങ്കരയിനം പൈക്കൾ. അവർക്ക് നിൽക്കുവാൻ ഉറച്ച കോൺക്രീറ്റ് തറകൾ വേണം. സൂര്യാതപം ഏൽക്കാതെ നിൽക്കുവാൻ മികച്ച മേൽക്കൂര വേണം. ഫൈബർ കോട്ടഡ് ടിൻ ഷീറ്റ് മേൽക്കൂരയാക്കി ഹോളോ ബ്രിക്സ് ഉപയോഗിച്ചാണ് കൂടാരങ്ങൾ തീർത്തത്. കാറ്റും വെളിച്ചവും യഥേഷ്ടം കയറത്തക്ക രീതിയിലാണ് ക്രമീകരണം. താഴത്തെ വയലിലെ കാറ്റ് അനായാസേന ഒഴുകി പൈക്കളുടെ മേനിയിലൂടെ കടന്നു പോകണം. തൊഴുത്തിൽ രോഗകീടങ്ങൾ നിൽക്കില്ല. തീറ്റ തിന്നാൻ മികച്ച തീറ്റത്തൊട്ടികൾ തന്നെ മുന്നിൽ വേണം. സിമെന്റിൽ തന്നെ അവ കെട്ടി. സദാസമയവും ചലിക്കുന്ന പങ്കകൾ തൊഴുത്തിലെ ചൂട് ഒഴിവാക്കും. പൈക്കളായാൽ അതൊരു മിശ്രിതമാകണം എന്ന നിർബന്ധമുണ്ടായിരുന്നു രമയ്ക്ക്. പൈക്കളെ തേടി അന്യസംസ്ഥാനങ്ങളിലേക്ക് പോയില്ല. ഒക്കെയും നാട്ടിൻപുറത്തുനിന്ന് തന്നെ ശേഖരിച്ചു. നല്ല കർഷകരുടെ ജാതകമറിയാവുന്ന പൈക്കൾ, അതുതന്നെയാണ് തന്റെ സമ്പാദ്യം. പകൽ സമയം പൈക്കൾക്ക് പുറത്താണ് വാസം. തെങ്ങിൻ തലപ്പുകളും വൻമരങ്ങളും കുടതീർക്കുന്ന ഇടത്താണ് കൂടാരങ്ങൾ. തെങ്ങിലേക്കാണ് പൈക്കളെ കെട്ടുക. പകൽ സമയം കുളമ്പ് മണ്ണിൽ തട്ടി നിൽക്കണം. പൈക്കളുടെ ആരോഗ്യത്തിന് അത് നല്ലതാണ്. ഇംഗ്ലീഷ് ചാനലിലെ പൈക്കളാണ് ജേഴ്സി. കറവ കഴിഞ്ഞാൽ അവർക്ക് കിടത്ത പതിവാണ്. ചെമ്പൻ തവിടിന്റെ നിറമുള്ള മേനി, പാത്രം പോലെ കുഴിഞ്ഞ നെറ്റിത്തടം, അഴകാർന്ന കണ്ണുകൾ, നിലത്ത് മുട്ടുന്ന പാൽ. പാൽക്കൊഴുപ്പ് അല്പമേറുമെങ്കിലും നീണ്ട കറവ ജേഴ്സിക്കില്ല. എങ്കിലും പാലിന് ഉയർന്ന വില കിട്ടും. നറുസുഗന്ധമുള്ള ജേഴ്സിയുടെ പാലിന് ആവശ്യക്കാർ ഏറെയാണ്. എണ്ണം 10 പൈക്കളെങ്കിൽ അതിൽ 3 ജേഴ്സിയാകണം എന്ന നിർബന്ധമുണ്ട്. പിന്നീട് 3 ഹോൾസ്റ്റെയിൻ ആകട്ടെ. ഹോളണ്ടിലെ പൈക്കളാണ് ഹോൾസ്റ്റെയിൻ പൈക്കൾ. കറുപ്പും വെള്ളയുമാണ് മേനിയഴക്. പാൽക്കൊഴുപ്പ് കുറവെങ്കിലും കറവ ദിനങ്ങൾ കൂടും. 305 ദിനമെങ്കിലും പാൽ തരുന്നവരാണ് ഹോൾസ്റ്റെയിൻ പൈക്കൾ. കുളമ്പിന് ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ അതിന് കേടുണ്ടാകാതെ നോക്കണം. സുനന്ദിനി പൈക്കളാണ് മറ്റൊന്ന്. സാക്ഷാൽ മാട്ടുപ്പെട്ടി ഇൻഡോസിസ് പ്രോജക്റ്റിൽ പിറന്നവ.
ഹോൾസ്റ്റൈൻ്റെയും ബ്രൗൺസിസിൻ്റെയും ജേഴ്സിയുടെയും ഒക്കെ രക്തം സുനന്ദിനിയിലുണ്ട്. കേരളത്തിന് യോജിച്ച ഒരിനമാണ് സുനന്ദിനി. കറവയിലും പിന്നിലല്ല സുനന്ദിനി. പൈക്കൾക്ക് ആരോഗ്യ സംരക്ഷണം വളരെ പ്രധാനമാണ്. ദിനവും അതിനായി കൂടാരത്തിലെത്തും ഡോക്ടർ രമ. ഏത് പ്രതികൂല കാലാവസ്ഥയെയും അതിജീവിക്കുന്നവരാണ് പൈക്കൾ എന്ന ധാരണ വേണ്ട. അതിനായി ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കണം. എല്ലാ പൈക്കൾക്കും ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാംക്രമിക രോഗങ്ങളായ കുരലടപ്പൻ, കുളമ്പ് രോഗം, ചർമ്മമുഴ ഇവയ്ക്കെതിരെയുള്ള എല്ലാ കുത്തിവയ്പ്പുകളും നൽകി ടാഗ് പതിപ്പിക്കുവാനും രമ മറന്നില്ല. പൈക്കളുടെ വളം കൃത്യമായി ശേഖരിക്കും. വീഴുന്ന വളം അപ്പോൾ നീക്കം ചെയ്യുന്നു എന്നതാണ് പ്രധാനം. വൃത്തിയും വെടിപ്പുമാണ് ഒരു തൊഴുത്തിൽ ആദ്യം വേണ്ടത്. വളം വെറുതെ കളയില്ല. തൊഴുത്ത് കഴുകുന്ന വെള്ളവും ഒരു ഭാഗം വളവും ചേർന്ന് ബയോഗ്യാസ് ടാങ്കിലെത്തും. ചെറിയ ഒരു ബയോഗ്യാസ് പ്ലാന്റ് വലുതാക്കാനുള്ള ശ്രമത്തിൽ കൂടിയാണ് രമ. രാവിലെ 5-നും ഉച്ചയ്ക്ക് 2-നുമാണ് കറവ. കൈക്കറവയിലാണ് രാജു നിവാസിൽ കാര്യങ്ങൾ ഓടുന്നത്. അതിനായി പ്രത്യേക ജീവനക്കാരുണ്ട്. അകിട് വൃത്തിയായി കഴുകി തുടയ്ക്കും. തുടർന്നാണ് പാൽക്കറവ. പാൽക്കറവയ്ക്ക് നേതൃത്വം നൽകുവാൻ ഭർത്താവ് സത്യനും എത്തും. പ്രമുഖ കർഷക തൊഴിലാളി സംഘടനയുടെ നേതാവ് കൂടിയാണ് സത്യൻ. കറക്കുന്ന പാൽ അപ്പോൾ അരിച്ച് ക്യാനിലേക്കാണ് നീങ്ങുക. പാലിലും ശുചിത്വം വളരെ പ്രധാനമാണ്. 42 ലിറ്ററോളം കൊള്ളുന്ന ക്യാനുകളിലേക്കാണ് പാൽ നിറയാറ്. പാലിൻ്റെ അളവുകൾ കൃത്യമായി ശ്രദ്ധിക്കുവാൻ സത്യനും രമയുമുണ്ട്. പൈക്കൾക്ക് പച്ചപ്പുല്ല് വളരെ പ്രധാനമാണ്. അതിനായി പച്ചപ്പുല്ലിൻ്റെ കൃഷി തന്നെ പാമ്പുറം രാജനിവാസിലുണ്ട്. നേപ്പിയറാണ് പ്രധാന പുൽകൃഷി. സിഗ്നലും കൂട്ടത്തിലുണ്ട്. അതൊക്കെ പറമ്പിൽ നിന്ന് വെട്ടി കൃത്യമായി തീറ്റത്തൊട്ടിയിൽ എത്തിക്കും. വേനൽക്കാലത്ത് പച്ചപ്പുല്ല് പൈക്കളുടെ ആരോഗ്യത്തിന് പ്രധാനമാണ് എന്ന് രമയ്ക്കറിയാം. പശു വളർത്തലിലെ ബോണസാണ് പൈക്കുട്ടികൾ. ഓരോ വർഷവും ഓരോ കുട്ടി എന്നതാണ് മന്ത്രം. ഓരോ പ്രസവത്തിന് ശേഷവും 2 മാസത്തെ ഇടവേളയുണ്ട്. തുടർന്നുള്ള മതിക്കാണ് കുത്തിവയ്പ്. പൈക്കിടാങ്ങളെ നന്നായി വളർത്തുന്നതാണ് ശീലം. മൂരിക്കിടാങ്ങളെ അധികം വളർത്താറില്ല. പ്രസവിച്ച് 3-ാം മാസത്തിൽ തന്നെ അവയെ വിൽക്കുകയാണ് പതിവ്. പൈക്കിടാങ്ങളുടെ ജാതകം അറിയാവുന്നതുകൊണ്ട് അവയെ വളർത്തിയെടുക്കും. മികച്ച പശുക്കിടാങ്ങളായി അവയെ മാറ്റാം. 3 മാസം അവർക്ക് പാൽ തന്നെ ശരണം. ശരീരഭാരം നോക്കിയാണ് പാലിൻ്റെ അളവ് നിശ്ചയിക്കുക. 3-ാമത്തെ മാസം ഒടുവിൽ പാൽ ക്രമേണ നീക്കി കാഫ് സ്റ്റാർട്ടർ ഒപ്പം ചേർക്കും. പിന്നീട് കാലിത്തീറ്റയിൽ തന്നെയാണ് വളരൽ. പ്രൊഫഷണൽ രംഗത്ത് നിന്നും ഫാമിംഗ് രംഗത്തേക്കുള്ള തൻ്റെ കടന്നുവരവ് ഒരു കൗതുകമാണ് രമയ്ക്ക് ഇപ്പോഴും. അതൊക്കെയും ഹരിതം സുന്ദരത്തോട് തുറന്നു പറഞ്ഞു. കല്ലുവാതുക്കൽ പാമ്പുറം രാജനിവാസിൽ ജനകീയ ഡോക്ടറായ രമ നമ്മളോടൊപ്പം ഉണ്ട്. രമയുമായി ചില നിമിഷങ്ങൾ പങ്കുവയ്ക്കാം. രമേ, നമസ്കാരം. ഒന്നുമില്ലെങ്കിലും രമയുമായി ഒത്തിരി നാൾ, അതായത് കൂട്ടുകാരെ പോലെ ഒരുമിച്ച് പഠിച്ചവരാണ് നമ്മൾ. ഇങ്ങനെ ഒരുപക്ഷെ കൗമുദി ടി വിക്ക് വേണ്ടി, പ്രേക്ഷകർക്ക് വേണ്ടി രമയെ അഭിമുഖം നടത്താൻ എനിക്കൊരു ഭാഗ്യം കിട്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ രമയ്ക്ക് അവാർഡിൻ്റെ തിളക്കത്തിലാണ്. എന്ത് തോന്നുന്നു അവാർഡിനെ കുറിച്ച്? അവാർഡ് പ്രതീക്ഷിച്ചിരുന്നോ? അങ്ങനെ പ്രതീക്ഷയൊന്നുമില്ല. അംഗീകാരം, ക്ഷീരവികസന വകുപ്പിൻ്റെ ഒരു അംഗീകാരം കിട്ടി. ഒരുപക്ഷെ നമ്മുടെ ഈ അഭിമുഖം കാണുന്ന പ്രേക്ഷകർക്ക് ഒരു കൗതുകത്തോടുകൂടി ഡോക്ടർ രമയെ കാണുമ്പോൾ അവർ ചോദിക്കാൻ തുടങ്ങുന്നൊരു ചോദ്യം ഇതായിരിക്കും. രാവിലെ സൂര്യൻ ഉദിക്കുന്ന മുതൽ അസ്തമയം വരെ, അല്ല അതിനുശേഷവും കർഷകരുടെ ഭവനങ്ങളിലൊക്കെ പോയി ചികിത്സയും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു ഡോക്ടർക്ക് എങ്ങനെയാണ് ഈ പശുക്കളെ ഇങ്ങനെ വളർത്താൻ കഴിയും? ഇത്രയും പ്രത്യേകിച്ചും 10-12ഓളം പശുക്കളെ ഒരുമിച്ച് നോക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് വീട്ടിൽ, സ്വന്തം വീട്ടിൽ? നമുക്ക് സഹായത്തിന് ആളുണ്ട്. എന്നാലും ഒരു മേൽനോട്ടമായിട്ട് നമ്മൾ കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഒരു സെൻറ്റിമെൻ്റൽ അറ്റാച്ച്മെൻ്റാണ്. പരമ്പരാഗതമായിട്ടുണ്ടായിരുന്നു. നേരത്തെ പശുക്കളുണ്ടായിരുന്നു. പിന്നെ ഒരു പ്രത്യേക താല്പര്യവും ഇതിനോട് ഉള്ളതുകൊണ്ട് അങ്ങ് ചെയ്തു പോകുന്നു. ഒരു ഡോക്ടറുടെ പശുക്കളെന്ന നിലയിൽ അവർ വലിയ അവർ സൗഭാഗ്യം അനുഭവിക്കുന്നവരാണ്. എന്ത് കാര്യമാണെങ്കിലും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. ആണോ? ഡോക്ടർക്ക് അതിനുള്ള സമയം കുറവാണ്. ഈ പശുക്കളൊക്കെ ഞാൻ നോക്കിയിരുന്നു. എല്ലാ പശുക്കളും വളരെ ആരോഗ്യവതികളായ പശുക്കളാണ്. ഇതിനെയൊക്കെ എങ്ങനെയാണ് തിരഞ്ഞെടുത്തത്? ഞാൻ ഓരോ വീടുകളിൽ പോകുമ്പോൾ നല്ല പശുക്കളെ കാണുമ്പോൾ അങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്ന് അങ്ങനെ ഒന്നും കൊണ്ടുവരാറില്ല. നമ്മൾ കാണുന്ന വീടുകളിൽ ചിലപ്പോൾ നല്ല പശുക്കളുണ്ടെന്ന് അറിയുമ്പോഴത്തേക്ക് അങ്ങനെ അവരോട് ചോദിച്ചു. നല്ല പശു ഒരു ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന പശുക്കൾക്കെല്ലാം 15 മുതൽ 20 ലിറ്റർ വരെ പാലുണ്ട്. അപ്പോൾ ഒരു 20 ലിറ്റർ പാലുള്ള ഒരു നല്ലൊരു പശുവിന് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് വില എത്രയാണ്? 70 രൂപയൊക്കെ. 70,000 രൂപ. 70,000. ഞാൻ കേട്ടിട്ടുണ്ട് ഈ നമ്മുടെ പാലിൻ്റെ ലിറ്റർ വില അനുസരിച്ച്. ഇപ്പോൾ ഉദാഹരണമായിട്ട് 1 ലിറ്റർ പാലുണ്ടെങ്കിൽ 2,000 രൂപ, അങ്ങനെ
ആ ഒരു കണക്കാണോ? അപ്പോഴും അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. ഒരു 10 ലിറ്റർ പാലുള്ള പശുവിന് എങ്ങനെയായാലും 50,000 രൂപ കൊടുക്കണം. ആ ഒരു റേറ്റിലേക്ക് കിട്ടുള്ളൂ. പിന്നെ പ്രസവത്തിൻ്റെ രീതി അനുസരിച്ച് കൂടുന്തോറും പിന്നെ പാല് നല്ലതായിട്ട് കിട്ടും, പക്ഷെ വില അതുപോലെ മാറി വരും. പൈക്കളുടെ ഒപ്പം കൂട്ടാനായി രമ കണ്ടത് അജവൃന്ദത്തെയാണ്. 1-2 2 ഡസനോളം വരും അജങ്ങൾ. ആടെന്നാൽ അത് മലബാറി ആയിരിക്കണം. കേരളത്തിൻ്റെ സ്വന്തം ഇനമായി വന്നവരാണ് അവർ. അറേബ്യൻ നാട്ടിൽ നിന്നും അറേബ്യൻ വ്യാപാരികൾ കൊണ്ടുവന്ന അറേബ്യൻ ആടുകൾ കേരളത്തിലെ ആടുകളുമായി ഇണചേർന്നുണ്ടായവരാണ് മലബാറി. ഒറ്റപ്രസവത്തിൽ 2 മുതൽ 3 കുട്ടികളെ വരെ മലബാറി ആടുകൾ നൽകും. ഇന്നതാണ് നിറം എന്നൊന്നില്ല. കറുപ്പും തവിട്ടും വെളുപ്പും എല്ലാം അതിൽ പടരും. മലബാറി നല്ല മാതൃവാത്സല്യമുള്ള ആടുകളാണ്. ആടുകൾക്കായി മികച്ച കൂടുകളും രമ തീർത്തിട്ടുണ്ട്. മലബാറി ആടുകൾ മികച്ച ആദായം തരുന്നവരാണ്. പാലും ആട്ടിൻവളവും കുട്ടികളുമൊക്കെ അതിൽ നിന്നുള്ള ആദായം തന്നെ. വർഷത്തിൽ 2 പ്രസവമുണ്ട് എന്ന മേന്മ മലബാറിക്കുണ്ട്. ഇലത്തീറ്റയാണ് മലബാറിക്ക് പ്രധാനം. ഒരു കൂട്ടം ആടുകൾക്ക് ഒരുമിച്ച് തീറ്റ നൽകുന്നതാണ് രീതി. തീറ്റയ്ക്ക് ഒരു മത്സരമുണ്ടായാൽ ആടുകൾ പരമാവധി തീറ്റ കഴിക്കും. അതിൻ്റെ ചൈതന്യം ആടുകളുടെ മേനിയിലും കാണാം. ഇപ്പോൾ സംസ്ഥാനത്ത് പല ഫാമുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളൊക്കെ തന്നെ ഈ ഹരിതസുന്ദരം നമ്മുടെ പ്രോഗ്രാം തന്നെ ഏതാണ്ട് 10 വർഷത്തോളം അടുക്കുന്നു. അപ്പോൾ ഞങ്ങൾ ധാരാളം ഫാമുകളിൽ പോയിട്ടുണ്ട്. പക്ഷേ കാണുന്ന ഒരു പൊതുചിത്രം പല ഫാമുകളും നിർത്തുന്നതായിട്ടാണ്. എന്നാൽ പുതിയ ചില ഫാമുകൾ ഉണ്ടാകുന്നുമുണ്ട്. അപ്പോൾ ഈ ഫാം നിർത്തേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് ഈ ജോലിക്കാർ അത്യാവശ്യമാണ്. അതും ഇതുമായിട്ട് ബന്ധപ്പെട്ട പശുക്കളെ നോക്കാൻ അറിയാവുന്ന ജോലിക്കാരാണെങ്കിൽ മാത്രമേ നമുക്ക് അവരെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ വെള്ളത്തിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ വൃത്തിയാക്കുന്നതിനും മാനേജ്മെൻ്റ് ഒരു വലിയ ഫാക്ടറാണ് എന്നെ സംബന്ധിച്ച്. പിന്നെ പാല് കൊണ്ട് കൊടുക്കുന്നതിനും വരുന്നതിനും ഒക്കെ അതിനുള്ള ആൾക്കാരുണ്ടെങ്കിലേ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ പിന്നെ തീറ്റയുടെ വില, അമിതമായ വിലയും പിന്നെ നമ്മുടെ എല്ലാ ലോക്കൽ സെയിൽ കൂടുതലായിട്ട് കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് ഇതിൽ നിന്നൊരു ബെനിഫിറ്റ് ഉള്ളൂ. അല്ലാതെ കുറച്ച് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് വരും. ഇത് മാത്രമായിട്ട് കൊണ്ട് നടക്കുന്നവർക്ക് ഒരുപാട് സാമ്പത്തിക ബാധ്യത വരുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ രമയുടെ ഒരു പ്രൊഫഷണൽ ജീവിതവും ഒരു കാർഷിക വൃത്തിയും തമ്മിൽ പൊരുത്തപ്പെട്ടാണ് പോകുന്നത്. ഒരു ദിവസം എങ്ങനെയാണ് ഈ സമയം ഇതിനുവേണ്ടി ചിലവഴിക്കുന്നത്? രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കുക? ആദ്യകാലങ്ങളിലൊക്കെ നമുക്ക് കുറച്ചുകൂടെ എങ്ങായിരുന്നപ്പോഴത്തേക്ക്, ചെറുപ്പമായിരുന്നപ്പോൾ നമുക്ക് ഓടി നടന്ന് പാല് കൊണ്ടുപോകാനും എല്ലാം കുറച്ചുകൂടെ. അപ്പോൾ ഇപ്പോഴും നമുക്ക് എന്തായാലും ജോലിക്കാരെ കിട്ടിയോണ്ട് നമുക്ക് അതിൻ്റെ ഒരു വിഷയം വരുന്നില്ല. പിന്നെ കൂടുതൽ നമുക്ക് ഇതിൽ ഇൻവോൾവ് ചെയ്ത് നിൽക്കാനും പറ്റുന്നില്ല. അപ്പോൾ ഇപ്പോൾ പെൻഷനായതിനു ശേഷവും നല്ല തിരക്കുള്ള ഒരു ജീവിതമാണ്. പ്രൊഫഷണൽ ജീവിതം അങ്ങനെയാണ്. ഒരു സംരംഭമായി ഇതിലേക്ക് ഇറങ്ങിയപ്പോഴേക്ക് ഡോക്ടർ രമ പശുക്കളിൽ മാത്രമായിട്ട് ഒതുങ്ങിയില്ല, ആടുകളെ കൂടി ഒപ്പം കൂട്ടുക. എന്താണ് അതിൻ്റെ ഒരു കാരണം? ആടുകൾ വലിയ മോശമില്ലാത്ത സാമ്പത്തിക ലാഭം ഉണ്ടാകുന്ന ഒരു സംരംഭമാണ്. അപ്പോൾ നമുക്ക് ഒരു പക്ഷേ ഒരു പെട്ടെന്നൊരാവശ്യം വന്നാലും കൊടുക്കാനും ഒക്കെ പറ്റും. ആൾക്കാർ ആവശ്യക്കാർ വരാറുമുണ്ട്. ചിലപ്പോൾ നമ്മളിങ്ങനെ 2-3 ആടിനെയൊക്കെ ഒരുമിച്ച് കൊടുക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടിയാണോ അതിൻ്റെ വരുമാനം? കുട്ടികളാണ് വരുമാനം. പിന്നെ പാല് ചിലർ ആട്ടുപാലിനായിട്ട് വരുന്നവരുണ്ട്. ഇവിടെ പിന്നെ അങ്ങനെ കൊടുക്കാൻ നമുക്ക് പറ്റില്ല. കുട്ടികൾക്ക് തന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പാലിന് എത്രയാണ് വില? പാലിന് പശുക്കളുടെ പാലിന് 60 രൂപയുണ്ട്. ലോക്കലായിട്ട് കൊടുക്കുമ്പോൾ 60 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. കൂടുതലല്ലേ അത്? നമ്മളെ സംബന്ധിച്ച് നല്ല വിലയാണ് ലോക്കലായിട്ട്. പക്ഷേ സൊസൈറ്റിയിൽ 42 രൂപ, മാക്സിമം 42-43 രൂപയൊക്കെ. ഏത് സൊസൈറ്റിയിലാണ്? പ്ലാവിൻമൂട് സംഘം. കൃഷി സമ്മിശ്രമാകുമ്പോൾ അതിൽ നിന്ന് കോഴികളെ ഒഴിവാക്കുന്നത് എങ്ങനെ? വർഷം മുഴുവൻ മുട്ടയിടുന്ന കോഴി വേണം. അതൊക്കെ ഒരു മോഹമാണെങ്കിലും കുറേയെങ്കിലും അത് സാധ്യമാക്കുന്നത് BV380 കോഴികളാണ്. അവർക്കായി 4 കൂടുകൾ ഒരുങ്ങി. ആഴ്ചയിൽ 5, മാസത്തിൽ 25, വർഷത്തിൽ 300 എന്നതാണ് BV380 കോഴികളുടെ മുട്ടക്കണക്ക്. തവിട്ട് നിറത്തിലുള്ള മുട്ടയായതിനാൽ ഉയർന്ന മാർക്കറ്റ് വില ലഭിക്കുകയും ചെയ്യും. പ്രത്യേക രീതിയിലാണ് കോഴികളുടെ കേജ് ക്രമീകരിച്ചിരിക്കുന്നത്. മുട്ടയിട്ടാൽ അത് ഒഴുകി ഒരിടത്ത് എത്തത്തക്ക രീതിയിലാണ് ഒന്ന്. കോഴികൾ വെള്ളം തട്ടിമറിച്ചിട്ട് കൂട് വൃത്തികേടാക്കില്ല. അതിനായി നിപ്പിൾ ഡ്രിങ്കറുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഉയരത്തിലുള്ള 12 ലിറ്റർ കൊള്ളുന്ന ബക്കറ്റിൽ വെള്ളം നിറച്ചാൽ മതി. നിപ്പിൾ ഡ്രിങ്കറിൽ തുള്ളി തുടിച്ച് അത് നിൽക്കും. കോഴികൾക്ക് ആവശ്യമുള്ളപ്പോൾ തന്നെ വെള്ളം കുടിക്കാം. കൂട് വൃത്തികേടാകില്ല താനും. BV380 വ്യത്യസ്തമായ കോഴിയിനങ്ങളാണ്.
4.5 മാസം മുതൽ തന്നെ മുട്ടയിട്ട് തുടങ്ങും. മുട്ടയിടാൻ തുടങ്ങുന്നതോടെ പൂവ് വളഞ്ഞു തുടങ്ങും. മുട്ടയിടൽ പതിവായി മാറുമ്പോഴേക്കും പൂവ് അർദ്ധവൃത്താകൃതിയിൽ വളയും. ഇതിന് 6 മാസം സമയമെടുക്കും. പിന്നീട് 18 മാസം വരെ തുടർച്ചയായ മുട്ടയിടി. അതിനുശേഷം മുട്ട കുറയും. ഇങ്ങനെയാണ് BV380യുടെ പ്രകൃതി. BV കോഴികൾക്ക് ദിവസവും തീറ്റ നൽകുവാനായി ഡോക്ടർ രമയെത്തും. PVC പൈപ്പുകൾ നെടുകെ മുറിച്ചാണ് തീറ്റപാത്രങ്ങൾ ആക്കിയിരിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ അളവ് എന്നില്ല. എങ്കിലും ഒരു മൊത്തം തീറ്റയുടെ അളവ് കണക്കാക്കി അത് വിതറുകയാണ് രീതി. മുട്ട തന്നെയാണ് BV380 കോഴികളിലെ മുഖ്യ വരുമാനം. 18-ാം മാസം മുതൽ മുട്ടയിട്ട് തീർന്നു തുടങ്ങുന്നതിനെ വിറ്റു തുടങ്ങാം. 80ഓളം കോഴികളിൽ നിന്ന് 60ഓളം മുട്ടകൾ കിട്ടും. അതൊക്കെയും ശേഖരിക്കുവാൻ രമ മുന്നിൽ തന്നെയുണ്ട്. പ്രാദേശിക വിപണനമാണ് ഏറെ. അത് പാലിലായാലും മുട്ടയിലായാലും അങ്ങനെ തന്നെ. അനുദിനം വികസിച്ചു വരുന്ന ഫാം മാതൃകകളെക്കുറിച്ച് ഡോക്ടർ രമയ്ക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. ചില സ്വപ്നങ്ങളുമുണ്ട്. അതൊക്കെയും ഹരിതം സുന്ദരത്തോട് വിശദീകരിച്ചു. മുട്ടക്കോഴിയിൽ തന്നെ BV380 ഒക്കെ അതിന് ഒപ്പം കൂട്ടിയിരിക്കുന്നു. മുട്ടക്കോഴി ലാഭമാണോ? മുട്ടക്കോഴി സെയിലുണ്ടെങ്കിൽ ലാഭമാണ്. ഇപ്പോൾ ഇതുവരെ നമുക്ക് സെയിലിന് ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഞാൻ കാറിൽ തന്നെ എടുത്ത് വെച്ചേക്കും. പോകുമ്പോഴത്തേക്ക് ചിലരിങ്ങനെ പറയും. ഇപ്പം അറിഞ്ഞറിഞ്ഞ് വന്നപ്പോൾ ആൾക്കാർ ഇവിടെ വന്ന് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ വിളിച്ച് പറയും. ഈ തവിട്ട് നിറമുള്ള മുട്ടയ്ക്ക് ഇച്ചിരി ഡിമാൻഡ് കൂടുതലാണ്. ഡിമാൻഡ് കൂടുതലാണ്. എത്ര രൂപ വാങ്ങിക്കുന്നു? 8 രൂപ ഒരു മുട്ടയ്ക്ക്. ഇപ്പം എത്ര കോഴികളുണ്ട്? 80. എത്ര മുട്ട കിട്ടുന്നുണ്ട്? 60, ശരാശരി 60 മുട്ട കിട്ടുന്നുണ്ട്. 60-65 മുട്ട കിട്ടുന്നുണ്ട്. ഒരു വെറ്ററിനറി ഡോക്ടർ എന്ന നിലയിൽ മാത്രമല്ല, സംസ്ഥാനത്തെ പെൻഷൻ ബാധിതരായ പെൻഷൻ പറ്റിയിട്ടുള്ള പല ഉദ്യോഗസ്ഥർക്കും തുടങ്ങാവുന്ന ഒരു അനുഭവമാണ് രമ, ഒരു മാതൃകയാണ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പം അങ്ങനെ വരുന്ന ആളുകളോട് എന്ത് ഉപദേശമാണ് നൽകാറുള്ളത്? തുടങ്ങാന്ന് പറഞ്ഞാൽ അവരെടുത്ത് ചാടല്ല. അതിന് മുമ്പേ അവർക്ക് മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? മുന്നൊരുക്കങ്ങൾ അത്യാവശ്യം നമുക്ക് നല്ല ആത്മാർത്ഥതയുള്ള ജോലിക്കാർ വേണം. അതാണ് പ്രധാനമായിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അവരെ ഏൽപ്പിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും അറിയാത്തവർക്കും തുടങ്ങാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്. അതിപ്പോൾ നല്ല അറിയാവുന്ന വെച്ച് ചെയ്യാം. നല്ല ആൾക്കാരാണെങ്കിൽ അത് ലാഭകരമായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റും. ഇപ്പോൾ ഈ രംഗത്തെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ രമയ്ക്കൊന്നും പേടിക്കാനില്ല. പക്ഷേ മറ്റൊരു പ്രൊഫഷനിൽ നിന്നൊരാൾ ഈ രംഗത്ത് വരികയാണെങ്കിൽ അയാൾക്ക് സംഭവിച്ചേക്കാവുന്ന ഒരു ചതി എന്താ? സെലക്ഷൻ. ഈ പിന്നെ ജോലിക്കാരെ സെലക്ട് ചെയ്യുന്നതും കന്നാരിയെ സെലക്ട് ചെയ്യുന്നതും അതാണ് പ്രധാനം. സെലക്ഷനാണ് തെരഞ്ഞെടുപ്പ്. അത് കാരണം എന്ന് വെച്ചാൽ ഇപ്പം ആദ്യമായിട്ട് തുടങ്ങുന്ന ആൾ 1-2 പശുക്കൾ തുടങ്ങിയതിന് ശേഷം മാത്രമേ കാര്യമായിട്ട് ഒരു 10 പശു 20 പശുവൊക്കെ തുടങ്ങുന്നത്. അത് പതുക്കെ മാത്രമേ ഒരു 6 മാസമെങ്കിലും ഇതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഈ ആൾക്കാർ ഏതെങ്കിലുമൊക്കെ ഫാമുകളിലൊക്കെ പോയി കണ്ട് കുറച്ച് അറിവും കൂടെയൊക്കെ നേടണം. അതിന് ശേഷം മാത്രമേ തുടങ്ങാവൂ. അത് ഒരു ഫാമിലല്ല, പല സ്ഥലത്തും പോകുമ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും ഡ്രോബാക്സ് മനസ്സിലാവും. അപ്പോൾ അതനുസരിച്ച് കണ്ടിട്ട് വേണം നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ ഈ ഫാം ചെയ്യുന്ന ആൾക്കാരുടെ അനുഭവങ്ങളും ഒക്കെ കൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ചെയ്താൽ കുഴപ്പമില്ല. ഇപ്പോൾ ഈ പാമ്പുറം നിവാസികൾ അതല്ലെങ്കിൽ ഡോക്ടർ രമയുടെ പ്രൊഫഷണൽ ഏരിയയുള്ള പഞ്ചായത്ത് അല്ലെങ്കിൽ ആ സ്ഥലങ്ങൾ, ഇപ്പോൾ തിരുവനന്തപുരമുണ്ട്, കൊല്ലമുണ്ട്, ഇവിടുത്തെ കർഷകരൊക്കെ എന്താണ് ഈ ഡോക്ടറുടെ ഈ കാർഷിക വൃത്തിയെക്കുറിച്ച് പറയുന്നത്? അവർക്കൊക്കെ വലിയ സന്തോഷമാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് യഥാർത്ഥ ചിത്രം ഡോക്ടർക്ക് അറിയാമല്ലോ. അതിൻ്റെ പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒരു പശുവിൽ നിന്ന് എന്ത് ലാഭം ഉണ്ടാവും എന്നുള്ളതെല്ലാം അറിയാം എന്നുള്ള ഒരു രീതിയിൽ. അതുകൊണ്ട് നമ്മളെയും ആൾക്കാർ ആ തരത്തിലാണ് കാണുന്നത്. എന്നാൽ ഇവർക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിക്കുന്നവരുണ്ട്, മക്കൾ ഉൾപ്പെടെ ചോദിക്കും. ഇവർക്ക് ഇതിൻ്റെ ആവശ്യം ഇവർക്കുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. മക്കൾ തന്നെ ചോദിക്കും, അമ്മയ്ക്ക് വല്ല ആവശ്യമുണ്ടോ, ഇതിന്റെ ലാഭം എന്താണ് എന്ന് ചോദിക്കും. അവരധികം വെയിൽ കൊണ്ടിട്ടില്ല, അതുകൊണ്ടാണ് അവരങ്ങനെ ചോദിക്കുന്നത്. നമ്മൾ കൊണ്ടിട്ടുള്ള വെയിലാണ് അവരനുഭവിക്കുന്ന തണൽ. രമയുടെ അടുത്തൊരു ഇനി എന്ത് രീതിയിലായിരിക്കും ഈ കാർഷിക വൃത്തി, അത് ഫാം ഡെവലപ്പ് ചെയ്യാൻ ഒരു സ്വപ്നം മനസ്സിലുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ബയോഗ്യാസ് ഇല്ല, പിന്നെ കുറച്ച് ഫോഡർ കൂടെ വേണം. അതിനിപ്പോൾ അതിനുള്ള ഏരിയ ഇതിനകത്തില്ല. അതിന് എന്തെങ്കിലും സംവിധാനം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇനിയും പശുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, ആടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, അങ്ങനെ ഉണ്ടോ? ആഗ്രഹമുണ്ട്. അപ്പോൾ കൂടുതൽ വീടുകളിലേക്ക് കേസിനൊക്കെ പോകുമ്പോൾ കൂടുതൽ പശുക്കൾ ഇങ്ങോട്ട് വരും.
അവിടെ കാണുന്നതിനെ മോഹിക്കുന്നതിനെല്ലാം ചോദിച്ചിക്ക് വാങ്ങിച്ചുകൊണ്ട് വരുമല്ലേ. അങ്ങനെ ഒരു വലിയൊരു മോഹത്തിൽ വലിയൊരു പ്രസ്ഥാനമായി ഇത് വളരട്ടെ. അതുല്യമായ പ്രൊഫഷണൽ മികവിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും പ്രതിബദ്ധതയുടെയും നേർക്കാഴ്ചകളാണ് പാമ്പുറം രാജു നിവാസിൽ കാണുന്നത്. നേരാം ഡോക്ടർ രമയ്ക്കായി ഭാവുകങ്ങൾ.